ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാൻ വലിയ രീതിയിൽ ലാഭം കൊയ്തെടുക്കുകയാണ് എന്നാണ് ഇപ്പോൾ CNN പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിഞ്ഞാൽ അയാൾക്ക് ഒരുപക്ഷെ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ CNN പറയുന്നത് ഹോർമുസ് കടൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായും അടക്കപ്പെട്ടിട്ടില്ല. ഇറാന്റെ കപ്പലുകൾ ഇപ്പോഴും എണ്ണ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ മുമ്പുള്ളതിലേറെ ഇരട്ടി ലാഭം ഉണ്ടാക്കുന്നു എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ചൈനയുടെയും അവസ്ഥ. ചൈനയ്ക്കും ഇതുവരെ പ്രതിസന്ധികളൊന്നും നേരിട്ടിട്ടില്ല. അവരുടെ കപ്പൽ സർവീസുകൾ കൃത്യമായി പോകുന്നു എന്നാണ് ഇപ്പോൾ CNN പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിനിർത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ പോലും അമേരിക്ക ഇറാന്റെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത്. കാരണം ഇറാൻ ഇത്രയും കാലം അമേരിക്ക ഉണ്ടാക്കിയ ഉപരോധങ്ങളെയെല്ലാം മറികടക്കുന്ന രീതിയിൽ എണ്ണ പുറത്തേക്ക് വിറ്റഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ യുദ്ധത്തിനിടയിൽ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ വലിയ രൂപത്തിലുള്ള ലാഭം കൊയ്ത രാഷ്ട്രമാണ് ഇറാൻ. നഷ്ടങ്ങളെക്കാൾ ഒരുപക്ഷെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ഹോർമുസ് കടലിടുക്കിൽ ടോൾ പിരിവ് നടത്തുന്നു, ഒരു കപ്പലിന് $2 മില്യൺ പിരിക്കുന്നു. മറ്റുള്ള പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെയൊക്കെ എണ്ണ ഇപ്പോൾ സർവീസ് നടത്താൻ അല്ലെങ്കിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ തടസ്സപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എണ്ണയ്ക്ക് വലിയ ഡിമാൻഡാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ യഥേഷ്ടം എണ്ണ പുറത്തേക്ക് എത്തിക്കാൻ ഇറാന് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ എണ്ണ ഏറ്റവും പ്രധാനപ്പെട്ട ടൈമിൽ നല്ല വിലയിൽ അവർക്ക് പുറത്ത് വിറ്റഴിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയത്ത് അമേരിക്ക ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എണ്ണയ്ക്ക് മറ്റൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക അമേരിക്കയുടെ മുന്നിൽ പ്രതിസന്ധിയാണ്. അമേരിക്കയിൽ തന്നെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണയ്ക്ക്. ഈ സാഹചര്യത്തിൽ ഇറാൻ യഥാർത്ഥത്തിൽ ഈ യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ കൂടുതൽ മുതലെടുപ്പ് നടത്തുകയാണ് എന്നാണ് CNN പറയുന്നത്. ഈ യുദ്ധം ഇസ്രായേലും അമേരിക്കയും എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട യുദ്ധമായി ലോകം കണക്കാക്കുകയാണ്.